കോഴിക്കോട് മലാപ്പറമ്പിൽ പ്രവർത്തിച്ചിരുന്ന പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരൻ പോലീസുകാരനാണെന്ന് സൂചന. വിജിലൻസ് വിഭാഗത്തിലെ ഡ്രൈവറായിരുന്ന പോലീസുകാരനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചു. പെൺവാണിഭ കേന്ദ്രത്തിൽ സ്ഥിരം അതിഥിയായ കോഴിക്കോട് സിറ്റി കൺട്രോൾ റൂമിലെ മറ്റൊരു ഡ്രൈവർക്കെതിരെയും അന്വേഷണം ഊർജിതം. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, പറയൂ. ഈ മലാപ്പറമ്പിലെ പെൺവാണിഭ സംഘവുമായി ബന്ധപ്പെട്ട വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും വിജിലൻസിലെ പോലീസ് ഉദ്യോഗസ്ഥനായ ഒരു ഡ്രൈവറാണ് ഇതിന്റെ നടത്തിപ്പുകാരൻ എന്നൊരു സൂചനയാണ് പ്രധാനമായും പുറത്തു വന്നിരിക്കുന്ന വിവരം. അതുകൂടാതെ തന്നെ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നതിന്റെ തെളിവുകൾ അക്കൗണ്ട് വഴി നിരവധി തവണ പണമിടപാട്, അതായത് ഈ നടത്തിപ്പുകാരിയുമായി ട്രാൻസാക്ഷൻ ഇടപാടുകൾ നടത്തി എന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് അല്പസമയത്തിനകം സമർപ്പിക്കുമെന്നൊരു വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കുവാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മലാപ്പറമ്പിലെ ഒരു അപ്പാർട്ട്മെന്റിൽ വെച്ച് ഇവരെ പിടികൂടുന്നത്. 9 പേരാണ് ഉണ്ടായിരുന്നത്. വിവിധ ജില്ലകളിലുള്ള ആളുകളെ പിടികൂടുകയായിരുന്നു. അത് മറ്റൊരാൾ, അതായത് ഈ ഉടമസ്ഥൻ വാടകയ്ക്ക് കൊടുത്ത അപ്പാർട്ട്മെന്റിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടന്നത് എന്നൊരു കാര്യമാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും 2022 ഈ നടത്തിപ്പുകാരിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഈ കോഴിക്കോട് ഈ നടക്കാവ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട അവർക്ക് പോലീസ് നോട്ടീസ് നൽകി വിട്ടയച്ചതായിരുന്നു. എന്നാൽ പിന്നീട് ഈ പോലീസുകാർ ഇവരുമായി നിരവധി തവണ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതായത് ഫോണിലൂടെ തന്നെ നിരവധി തവണ ഇവർ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്തതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം ഈ നടത്തിപ്പ്, അതായത് ഈ അപ്പാർട്ട്മെന്റും അതുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒക്കെ നടത്തിപ്പ് ചുമതല ഈ പോലീസുകാരനാണെന്ന സൂചനയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം നിലവിലെത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ അന്വേഷണ വിധേയമായി ഇവരെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും. ഇവരെ പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. രോഹിണി.